ഇത്തരം സിനിമകൾ ആളുകൾ കാണട്ടെ, കണ്ടിട്ട് തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് ഒരു കാണാൻ പറ്റുന്നൊരു പാക്കേജിങ്ങിൽ ആക്കലായിരുന്നു ഇതിനകത്തുള്ള ഒരു അതായിരുന്നു ടാസ്ക്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കഥ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എൻ്റർടൈനിങ് പരിപാടിയിൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇതേ ഐഡിയ തന്നെ നമുക്ക് മറ്റേ രീതിയിൽ പറയാം, പക്ഷെ അത് ഭയങ്കര പേഴ്സണലും കുറച്ച് ആൾക്കാരിലേക്ക് മാത്രം എത്തുന്നൊരു ഈ പറയുന്ന മാറ്റർ എത്തൂല. നമ്മൾ വെറുതെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം IFFK അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റീസ് മാത്രം എത്തുന്നൊരു സ്ഥലത്തോട്ട് മാറും. അതങ്ങനെ എത്തരുതെന്ന് എനിക്കൊരു ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിനെ മാക്സിമം കമേഴ്ഷ്യലൈസ് ചെയ്ത് തന്നെ ഇത് ചെയ്യണം. ഇതൊരു ആൾക്കാർക്ക് സാധാരണ ഒരു നമ്മുടെ സിനിമ കാണുമ്പോഴുള്ള എല്ലാ തമാശയും മ്യൂസിക്കും അതിൻ്റെ ബഹളങ്ങളും ഒക്കെ വേണം. പക്ക എൻ്റർടൈനർ സിനിമ കാണുന്ന പാക്കേജിങ് തന്നെ വേണം നിർബന്ധം പിടിച്ചിട്ട് ഞാൻ അതനുസരിച്ച് സെറ്റ് ചെയ്തെടുത്താണ്. ഇപ്പോൾ ഓരോ ശിഷ്യന്മാരെ കാണിക്കുന്നു, ഒരു 12 പേരുടെക്ക് 12 ഇൻട്രഡക്ഷൻസ്. അപ്പോൾ 12 ഷൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ സാധാരണ രീതി മറ്റേ പടമാകുമ്പോൾ അത് ഫണ്ണി ആയിരിക്കണ്ടേ. അപ്പോൾ മറ്റത് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഒരാൾക്ക് തോന്നുന്നു ക്രൈസ്റ്റ് ആണെന്ന്, അയാളിങ്ങനെ ഭയങ്കര വേറൊരു രീതിയിൽ ഷൂട്ട് ചെയ്യുക. അത് മാറ്റിയിട്ട് ഈ രീതിയിലാക്കാൻ നല്ല പണിയായിരുന്നു. ഈ വിശ്വസിക്കുന്നവർ മണ്ടന്മാരാവുക. വിശ്വസിക്കുന്നവർ അല്ല, ബേസിക്കലി വിവരമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങരുടെ കൂടെ നടന്നു എന്നാണ് അന്നത്തെ കാലത്ത് വിശ്വസിച്ചിരുന്നത്. അങ്ങനത്തെ ആൾക്കാർ തന്നെ ആണെന്നല്ലോ. ഇപ്പം അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. കാരണം അന്നത്തെ കാലത്ത് ബേസിക്കലി ഇങ്ങനെ ക്രൈസ്റ്റിൻ്റെ റിസറക്ഷന് മുമ്പ് മറ്റുള്ളവർ വിചാരിച്ചിരുന്നത് ഇയാൾക്ക് ആൾക്കാർ പറയുന്നുണ്ട് ഇത് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് ഇയാൾ ദൈവമാണെന്നും അല്ലെങ്കിൽ ദൈവത്തിനാണെന്നൊക്കെ പറയുന്നിടത്തൊക്കെ ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സമൂഹം ഇങ്ങനെ പുള്ളിയെ കണ്ടിരുന്നത് നമ്മൾ ഇതുവരെ സ്റ്റഡി ചെയ്തിട്ടില്ല. പുള്ളിനെ കണ്ടിരുന്നത് ഇപ്പോൾ ഒരാൾ വന്നാൽ എങ്ങനെ നമ്മൾ കാണുന്നുള്ളതിൻ്റെ പോലെ തന്നെയാണ്. അന്നത്തെ കാലത്ത് പുള്ളി വന്നപ്പോൾ എങ്ങനെയാണോ സൊസൈറ്റി കണ്ടിരുന്നതിൻ്റെ ഇപ്പോഴത്തെ കാലത്ത് പുള്ളി വന്നാൽ എന്തായിരിക്കും സൊസൈറ്റി എങ്ങനെ ഇരിക്കും ഇത് കാണുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് ബേസിക്കലി. അപ്പം അവിടെയാണല്ലോ പ്രശ്നം. എൻ്റെ പ്രശ്നം ഞാൻ ഡീറ്റെയിൽസിലേക്ക് സാധ്യത എന്താ പറയണത്, എനിക്കിതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതല്ല, ഇപ്പം ഈ കല ഇല്ലെ പാട്ട് എന്താണെങ്കിലും അത് മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ് അല്ലേ, ഇല്ല നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്താനുള്ളതാണ്. അവിടെ ഒരു പ്രൊപ്പഗൻഡയായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന സമയത്ത് വിനാട്ടിലി ഒരിക്കലും ഈ സിനിമ ഞാൻ ഇയാൾ അറിയുന്നതുകൊണ്ടും ഈ സിനിമ ഫുള്ളി ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ പോലും ഞാൻ പറയുന്നു ഇതൊരിക്കലും അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കില്ല. ഇത് അദ്ദേഹത്തിന്റെ ഒരു തോട്ട് പ്രോസസ് ആണ്. അതിൻ്റെ ഒരു സത്യസന്ധതയും എല്ലാ ഈ സിനിമയിലും ഉണ്ടാവും. നമ്മൾ തിയേറ്ററിൽ പോയി ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന എല്ലാ ആസ്പെക്ട്സും നിങ്ങൾക്ക് സിനിമ കണ്ട് ചിരിച്ച്, എന്നാൽ അതിനകത്ത് നിങ്ങൾക്ക് എടുക്കാനുള്ള എടുക്കാം, മനസ്സിലായി, എടുക്കേണ്ടത് നിങ്ങൾ വിടുക, അത്രേ ഉള്ളൂ. ഒരു സിനിമയായിട്ട് കാണുക. എന്നാൽ മ്യൂസിക്കൽ ചെയർ എനിക്ക് ഫിയർ ഓഫ് ഡെത്ത് ഉണ്ടായിരുന്നു, ഭയങ്കര മരണം. ഇപ്പോഴും ഉണ്ട്. രാത്രി 6 മണി മുതൽ രാവിലെ 6 മണി വരെ നമ്മുടെ റിനേ മെഡിസിറ്റിയിലെ ക്യാൻറ്റീനിൽ ഇരിക്കും. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ICU കാണാം, ഇവിടെ മറ്റേ ഹാർട്ട് സർജന്റെ ഡോക്ടർ, ആ 3 റൂം കണ്ടാൽ മതി, അന്നേരം പുള്ളിക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ പുള്ളിക്ക് പയമ്പൂരി ഫ്രീ ആണ്, ചായ ഫ്രീ ആണ്, ഡെയിലി പോയി മനസ്സിലായില്ലേ. ആ ഫിയർ ആണ് പുള്ളിയുടെ മ്യൂസിക്കൽ ചെയർ. ആ സിനിമയാണ് ഇവിടെ IFFK ബെസ്റ്റ് പുള്ളിയെ ഡയറക്ടറായിട്ട് ഏറ്റെടുത്തത്, മനസ്സിലായില്ലേ. അടുത്ത സ്ക്രിപ്റ്റ് സ്റ്റോറി പറയണെങ്കിൽ നമ്മളെ വിളിക്കുന്ന ആ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ ആണ് പുള്ളിയുടെ ഹബ് സ്പോട്ട്. അപ്പൊ ഞാൻ ചെന്ന് ഇവിടെ വന്നിരിക്കുന്നത്, അപ്പൊ എന്നോട് ഇരുത്തി അങ്ങോട്ട് നോക്കി, ഞാൻ നോക്കിയപ്പോ ICU, ഇങ്ങോട്ട് നോക്കി ഹാർട്ട് സർജറി, മറ്റേ ഡോക്ടറിന്റെ മെയിൻ സ്പെഷ്യൽ. ഞാൻ എന്തിനു പേടിക്കണം, ഓടിക്കേറിയാ പോരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. പുള്ളി മുകളിൽ പോത്തില്ലല്ലോ, മോളി പോത്തില്ല തിയേറ്ററിനകത്ത്. ഞാൻ ഒരു സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഇത്ര അകത്ത് കയറി ഒരു ഭയങ്കര മുകളിനകത്ത് ചെന്നിട്ട് അടച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ആങ്സൈറ്റി വരും. അത്ര എനിക്ക് നമുക്ക് നേരെ കയറി കിടക്കുമ്പോൾ ഡോർ അടച്ചിട്ടാണ് കിടക്കുക. ഞാൻ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. എനിക്ക് പേടിയിട്ട അങ്ങനത്തെ പേടികൾ എനിക്കുണ്ട്. ഇങ്ങനത്തെ പേടികളുള്ള ആളാണ്. അതെ അതെ, യേശുവിൽ വിശ്വസിക്കാതെ ഇറങ്ങിയാണ്. അല്ലല്ല, യേശു വിശ്വാസമാണ്. ക്രൈസ്റ്റ് ബിലീവറാണ് ഞാൻ. ആ ബിലീവർ ഒരു ക്രൈസ്റ്റ് ബിലീവർ സിനിമയാണത്. ഇതൊരു പ്രശ്നം. എനിക്ക് മ്യൂസിക്കൽ ചെയർ ഫിയർ ഓഫ് ഡെത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ഒരു പടം എടുക്കുന്നത്. എനിക്ക് രാത്രി ഉറങ്ങാനും പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം എൻ്റെ ആ മാനസിക രോഗം ഭയങ്കരമായിരുന്നു. അപ്പം അത് ഉമ്മരൊക്കെ അനുഭവിച്ചതാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് നെഞ്ചൊരു ഇപ്പം ചത്തോദ്യമായിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും രാത്രി കൂട്ടുകാർക്ക് മെസ്സേജ് ചെയ്യും, ഇന്ന് രാത്രി മരിക്കുകയാണ് മെസ്സേജ്. അപ്പോൾ വാട്സപ്പിൽ കാണുമ്പോൾ അവന്മാർ ഇല്ലെന്ന് പറഞ്ഞ് പോയിക്കോ. അപ്പം ഞാൻ എന്റെ ഡെത്തിനെ തോപ്പിച്ചല്ലോ, കാരണം ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ. വെള്ളപ്പൊക്കം വന്നില്ലേ, വെള്ളപ്പൊക്കം അമ്മയുടെ ചോദിച്ചു വരുന്നോ, അമ്മ പറഞ്ഞില്ല വരില്ല. അപ്പൊ തന്നെ പുള്ളി വണ്ടി എടുത്ത് കോയമ്പത്തൂർ മലയുടെ വെളിപ്പേറിയിരുന്നു. അമ്മ വിളിക്കുക, വെള്ളപ്പൊക്കം വന്നാലും മലയുടെ പുറത്ത് വെള്ളം വരില്ല. ഞാൻ തമിഴ്നാട് പോയി കളഞ്ഞു. ഞാൻ നോക്കുമ്പോ ആരും വരുന്നുമില്ല. ഞാൻ വിചാരിച്ചത് അത് പേടിയിട്ടിരിക്കും. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ എനിക്ക് നേരെ പേടിയാ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് മരണഭയവും കൂടുതലായിരുന്നു. എനിക്കിവിടെ എല്ലാവർക്കും ഉണ്ട്, പറയാത്തതെന്ന് തോന്നുന്നു ആൾക്കാർ.
അല്ലെങ്കിൽ രാവിലെ നിന്നിട്ട് ഭയങ്കരമായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നെഞ്ചുവേലൊന്ന് ചത്തുവെന്ന് വിചാരിച്ചിട്ട് നടക്കണതാണ് എന്നൊക്കെ തോന്നുന്നു. പക്ഷെ പറയില്ല നമ്മൾ ഹെൽത്തി ആണെന്നൊക്കെ പറയുന്നത് മാത്രം. അപ്പൊ എനിക്ക് അങ്ങനെ ആ പേടി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ അത് മാറാൻ വേണ്ടി ഒരു പടം എടുത്തു. അപ്പൊ ആ പടം ഇങ്ങനെ എൻ്റെ പേടികളെല്ലാം ഉണ്ട്. പക്ഷെ അത് ഞാൻ എടുത്തത് കുറച്ച് ഓഫ് ബീറ്റ് ആയിപ്പോയി. പക്ഷെ ഇത്തവണ എന്റെ വേറൊരു കാര്യം പറയാൻ കുറച്ച് കമേഴ്ഷ്യൽ എടുക്കേണ്ടത്. അതാണ് എന്റെ വ്യത്യാസം. അതാണ് ഒരു വ്യത്യാസം. ആ വ്യത്യാസത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ആ മറ്റേതിന്ന് ഇതിലോട്ട് മാറി. നേരത്തെ ഞാൻ ചോദിച്ചു, ഒന്നും കൂടെ ചോദിക്കണം. അന്ന് യേശു ക്രിസ്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വിഡ്ഢികളാണ് കൂടിയത്. അതെ അല്ലേ? അതായത് ഒരു കൂട്ടം ആൾക്കാർ വിഡ്ഢികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം ക്വസ്റ്റ്യൻ ആണ്. അല്ല കറക്റ്റ് ആണ്. അതായത് അതല്ല ഞാൻ പറഞ്ഞു. വിഡ്ഢികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ സമൂഹമേള കണ്ടിരുന്നത് ഒരു ക്രൈസ്റ്റിനെ കണ്ടിരുന്നത് ഒരു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പുള്ളിനെ ബിലീവ് ചെയ്തിരുന്നു. അതിന് ശേഷം പുള്ളി റിസറക്ഷന് ശേഷമാണ് ഈ ആൾക്കാർ പ്രസംഗം കേട്ട ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പക്ഷെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അതുകൊണ്ടാണല്ലോ കുരിശി തെറിച്ച് കൊല്ലേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ കുരിശി തെറിച്ച് കൊല്ലേണ്ടി വരുന്നത് ഒരു സമൂഹം എതിരായതുകൊണ്ടാണല്ലോ. ഉറപ്പായിട്ടും വിശ്വസിക്കാത്തതുകൊണ്ടും അതിന് അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ സംസാരിച്ചതുകൊണ്ടും നിലവിലുള്ള സെറ്റപ്പിനെതിരെ സംസാരിക്കുന്നുണ്ട്. സിസ്റ്റത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ അതിന് ക്രൂസിഫിക്ഷൻ വരുന്നത്. അത് ഇപ്പോഴത്തെ കാലത്ത് സംഭവിച്ചാൽ അങ്ങനെ ആയിരിക്കുമല്ലോ സംഭവിക്കുക. അപ്പൊ സെറ്റപ്സ് മാറത്തില്ലേ? ആളിപ്പോ വന്നാൽ എന്ത് പറ്റും? അതാണ് എൻ്റെ ഐഡിയ. അന്ന് കുരിശിൽ തറച്ച് കൊന്നു ഈ പറഞ്ഞ പോലെ. ഇപ്പൊ എങ്ങനെ കൊല്ലും? ഇപ്പൊ പുള്ളി പറയും. ഇപ്പൊ വന്ന പുള്ളി എന്ത് പറയും? അന്ന് പുള്ളി പറ്റേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ വെർഷന്റെ 2026 വെർഷൻ എന്തായിരിക്കും? അതിനെ ഫണ്ണി ആക്കുകയും എന്റർടൈനിങ് ആക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചേക്കുന്നത്. കുരിശി കിടക്കുന്ന യേശു ഇറങ്ങി ഒരു തോന്നുന്നു ഈ കണക്കിന് പോയാ അതൊക്കെ രസമായിട്ട് ചെയ്തേക്കണേ. അത് പക്ഷെ അത് നമ്മളെ വീടുകളിൽ യേശു വീടിന്റെ നാഥൻ അല്ലേ, ക്രിസ്ത്യ വീട്ടിലൊക്കെ. അതെന്തിനാണ് എഴുതുക അങ്ങനെ? അത് ബേസിക്കലി അത് ചിലരുടെ വിശ്വാസമാണ്. പിന്നെ സേഫ്റ്റി ആണെന്നൊരു ഫീലിംഗ് ആണ് അവർക്ക്. പക്ഷെ അത് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല. മൈൻഡിലല്ല അത് വേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ഭയപ്പെടുമ്പോൾ ഈശോ എന്ന് വിളിക്കാറില്ലേ? ഉറപ്പായിട്ടും. വിശ്വാസമല്ലേ ആ വിശ്വാസം? അതെ ഓഫ് കോഴ്സ് അതിന് തെറ്റില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ബേസിക്കലി ഓരോരുത്തരുടെ നമ്മൾ വീട്ടിലെഴുതി വെക്കുന്നു. ഇപ്പം എൻ്റെ വീട്ടിലെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ അല്ല, നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത് ബേസിക് കാര്യങ്ങളെക്കുറിച്ചല്ല. കുറച്ചുകൂടെ ഇന്നർ മീനിങ്. ഇപ്പം എല്ലാത്തിലും ഉണ്ടല്ലോ ഒരു ഇന്നർ മീനിങ്. എല്ലാ റിലീജിയൻസിനും ടെക്സ്റ്റിനും ഒരു ഇന്നർ മീനിങ് ഉണ്ടല്ലോ. ആ ഇന്നർ മീനിങ് ആണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അത്ഭുതങ്ങൾ പലതും സംഭവിക്കും ഓഫ് കോഴ്സ്. അല്ല അത് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പരിപാടി നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുക. എനിക്ക് ക്യൂബിക് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. അതോടെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഈ സിനിമയിൽ എനിക്കൊരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് പടത്തിനകത്തൊരു അത്ഭുതം സംഭവിക്കുന്ന സീൻ. ആ ഡയലോഗും ഭയങ്കര ഇവളുടെ ഡയലോഗും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയിൽ അഭിനയിച്ച വേറെ എന്താ അത്ഭുതം? അല്ലല്ല. പക്ഷെ ഒരുപാട് നമുക്ക് ഞാനിപ്പോൾ പൊതുവെ പറയുന്നത് ഈ സിനിമയിൽ ഷൂട്ട് ചെയ്ത ശേഷം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഹാർഡ് ഡിസ്ക് അടിച്ചു പോലെ ഗോപിച്ചേട്ടൻ്റെ ടി വിയിൽ കൊണ്ടുപോയി ഞാൻ പടം ഇട്ടു. അപ്പോൾ ഗോപിച്ചേട്ടനെ പറഞ്ഞു, ഗോപിച്ചേട്ടൻ ഹാർഡ് ഡിസ്ക് ഒക്കെ വെറുതെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടി വി ഒക്കെ അടിപൊളിയുണ്ട്, അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ ഗോപിച്ചേട്ടൻ്റെ മുകളിലത്തെ വലിയ ടി വിയിൽ കുത്തിയിട്ട് താഴെ വരുന്ന ഒറ്റ ടി വി അടിച്ചു പോയി.